കമേഴ്സ്യൽ സിനിമകളുടെ മാത്രം സംവിധായകനായി മുദ്രകുത്തപ്പെട്ട ആളാണ് ശശികുമാർ. കലാമൂല്യവും കഥാമൂല്യവുമുള്ള സിനിമകളുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച ഒരു മനസ്സ് ഇദ്ദേഹത്തിനുമുണ്ടായിരുന്നു. ആദ്യകാലത്ത് ശ്രമിച്ചതും അത്തരം സിനിമകൾ ഒരുക്കാനാണ്. പക്ഷേ ആ നല്ല സിനിമകൾ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തി വീണു. ഈ കാവാലം ചുണ്ടൻ എന്ന ഒരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നത് സാമ്പത്തികമായി വലിയ ചെലവിലെടുത്തതല്ല എങ്കിലും ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ശരി സാമ്പത്തികമായി 8 നിലയിൽ പൊട്ടി. കാവാലം ചുണ്ടന് ഏറ്റ ഇരുമ്പലക്കയ്ക്കുള്ള തലയ്ക്കുള്ള അടി ഏറ്റിട്ട് ഈ തൊഴിൽ മതിയാക്കണമെന്ന് തീരുമാനിച്ചു. സത്യത്തിൽ ഞാനന്ന് മദ്രാസ് YMCAയിലാണ് താമസിക്കുന്നത്. ഞാൻ YMCAയിൽ നിന്ന് പുറത്തു പോകാതെയായി. നസീർ അവിടുന്ന് പലപ്പോഴും ആളെ പറഞ്ഞയക്കും, ഞാൻ ചെല്ലാറില്ല. ഞാൻ ഒരു ദിവസം വണ്ടി എടുത്ത് എൻ്റെ അടുക്ക് വന്നു. വൈകുന്നേരം നേർക്ക് ദിവസേന ഷൂട്ടിംഗ് ഉണ്ട്. കാര്യം അന്ന് ഒരു കഥാനായകനേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ദിവസേന ഇതുണ്ട്. അങ്ങനെ ഒരു രാത്രി ഒരു 9 മണി കഴിഞ്ഞ് വന്ന് അപ്പോൾ വന്ന് ഇരുന്നിട്ട് എൻ്റെ ചോദിച്ചു, നിങ്ങൾ എന്താ പ്ലാൻ? ഞാൻ എൻ്റെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റിപ്പോയി. അത് കാരണം എന്ത് വീട്ടിൽ പോകാനാണ്? ഞാൻ നാളെ ടിക്കറ്റ് എടുത്ത് തരാൻ, പോകണം, ഇവിടെ ഇരിക്കരുത്. ഇവിടെ മനുഷ്യ ഇത് ഒരു തൊഴിലാണ്. കലയും മറ്റതും മറിച്ചെല്ലാം രണ്ടാമത് വരുന്നതാണ്. അത് നിങ്ങൾക്ക് ആ തൊഴിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറാകുമ്പോഴേക്കും നിങ്ങൾ പിന്നെ കാവാലം ചുണ്ടനോ അല്ലെ അതുപോലുള്ള മറ്റുള്ള ചുണ്ടനോ എന്തായാലും എടുക്കുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് ചൂടായി. നാളെ രാവിലെ വണ്ടി വരും. ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പരിചയമുള്ള ആളാണ്, ശ്രീ KP കൊട്ടാരക്കര. അങ്ങേര് ഒരു പടം എടുക്കുന്നു. നിങ്ങളെയാണ് ഡയറക്ടറായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. രാത്രി ഞാൻ കിടന്ന് ആലോചിച്ച് ഈ തോൽവിയിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയി നമ്മുടെ ജീവിതത്തിലേക്ക് പോവുകയോ അഥവാ ഈ തോൽവിയെ ചവിട്ടിക്കിടന്ന് മാറ്റത്തിന് വിധേയനായ ഒരു പുതിയ അന്തരീക്ഷത്തിൽ നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി മുൻപോട്ട് പോവുകയോ ഏതാണ് വേണമെന്ന് സന്തോഷമായിട്ട് ഉറങ്ങി. അങ്ങനെ രാവിലെ വണ്ടി വന്നു. ഞങ്ങൾ പോയി KP കൊട്ടാരക്കരയെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. വളരെ ഹ്രസ്വമായിട്ട് അങ്ങനെ ഒരു കാര്യമെല്ലാം പറഞ്ഞു. ഞങ്ങൾ അങ്ങേരുടെ പൂജാമുറിയിൽ പോയി ഒരു വിളക്ക് കത്തിച്ച് ഒരു കർപ്പൂരം കത്തിച്ച് നമസ്കരിച്ച് തൊഴുതിട്ട് KP എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, നമുക്കൊരു പുതിയ ജീവിതം ഉണ്ടാക്കണം, എനിക്കും നിങ്ങൾക്കും. ഒരു പരാജയത്തിൽ നിന്ന് മറ്റൊരു പരാജയത്തിലേക്കായില്ല ഈ മനുഷ്യന്റെ യാത്ര. ഹിറ്റുകളുടെ പരമ്പരകൾ തീർത്തുകൊണ്ടുള്ള ജൈത്രയാത്ര തന്നെയായിരുന്നു പിന്നീട്. ലോക സിനിമയിൽ തന്നെ ഒരു അത്ഭുതമായി മാറിയ സംവിധായകനാണ് ശശികുമാർ. ഇന്നും ഭേദിക്കപ്പെടാത്ത എത്രയോ റെക്കോർഡുകൾക്കുടമയാണ് ഈ സംവിധായകൻ. അത് തൊടുന്നതെല്ലാം ഹിറ്റായി തീർന്നു. ഏത് പടം എടുത്താലും ഹിറ്റായി തീർന്നു. ഞങ്ങളെ വളർത്തിയതാണ് ദൈവം. ഒരർഹതയും ഉണ്ടായിരുന്നില്ല. ഇത് വേദനയോടെ ഞങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പറഞ്ഞ് ഇവിടെ നിലനിൽപ്പാണ് ആവശ്യം, കുടുംബം പുലർത്തുകയാണ് ആവശ്യം എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെ തൊടുന്നതെല്ലാം പൊന്നായി തീർന്നു. ഞങ്ങൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴേക്ക് തിയേറ്ററുകാരാണ് സത്യത്തിൽ ഞങ്ങളുടെ പറയുന്നത്, സാർ ഹിറ്റ് അടിച്ചോ, ഇത് തന്നെ, ദിസ് ഈസ് യുവർ ട്രാക്ക്, ഇതാണ് നിങ്ങളുടെ വഴി, ഇതിൽ നിന്ന് വ്യതിചലിക്കരുതും, ജനങ്ങൾക്ക് ഇതാണ് ആവശ്യം. അങ്ങനെയാണ് ഇത്രയധികം പടങ്ങൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതെങ്ങനെ സാധിച്ചെന്ന് തോന്നുന്നു. ഒരു വർഷം 14-15 പടമെടുത്ത വർഷമുണ്ട്. എങ്ങനെ സാധിച്ചു? ഒരു പിടിയില്ല. പക്ഷേ ഒരു തലമുറയിലെ ജനങ്ങളിൽ അവരെ സന്തോഷിപ്പിക്കാനും അവരെ എന്നും ഞങ്ങളെ ഓർമ്മിക്കാനുമുള്ള വഴി തെളിച്ചത് ഈ ചിത്രങ്ങളാണ്. ഇതിൻ്റെ പിന്നിൽ ഒരാളല്ല, 1000 പേരുണ്ട്.